നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിന് ഓടനാവട്ടം ജംഗ്ഷനിൽ വെച്ച് സ്വീകരണമൊരുക്കി. അംഗൻവാടി പ്രവർത്തകരും വ്യാപാരി വ്യവസായി പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് മന്ത്രിക്ക് സ്വീകരണം നൽകിയത്. പരിപാടിയിൽ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. ഇന്ന് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന് നേരത്തെ പറഞ്ഞു. ഇതൊരു പെൻഷനല്ല, ഒരു സുരക്ഷിതത്വമാണ്. CM സുരക്ഷാ ഫണ്ട് പോലെയൊക്കെ ഒരു ഫണ്ട് എന്ന നിലയിലൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അത് 10-35 ലക്ഷം പേർക്ക് വരും കേട്ടോ. കണക്കെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ആ പേപ്പർ അയച്ചു കഴിഞ്ഞു. അതിൻ്റെ എങ്ങനെയാണ്, ആരാണ്, വരുമാനം ഒരു ഘടകമാണ്. അത് അയച്ചു കഴിഞ്ഞു. ആ ഫണ്ട് 1000 രൂപ വെച്ച് വരും. നല്ലൊരു തുക വരും. ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്കാണ്. മറ്റത് ഇത്രയും വരും. പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് അവർ ഡിഗ്രിയോ PGയോ എഞ്ചിനീയറിങ്ങോ IT പോളിടെക്നിക് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് കണക്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയിലേക്ക് തൊഴിലില്ലായ്മ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കുന്നതിന് നമ്മൾ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് കണക്ട് വർക്ക്. അതിന് 1000 രൂപ വെച്ച് ഒരു വർഷം കൊടുക്കുന്നത്. 5 ലക്ഷം പേർക്ക് അത് കൊടുക്കുന്നത്. അതും 5 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ നല്ല ഒരു ബാധ്യതയും ഉത്തരവാദിത്വം വരുന്നതാണ്. പക്ഷേ ഗവൺമെൻറ് ഇതൊരു ഉത്തരവാദിത്വമായിട്ടാണ് കാണുന്നത്. കുടുംബശ്രീക്കാർക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമായിട്ട് ഇപ്രാവശ്യം നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. കുടുംബശ്രീ ADSകൾ വളരെ സജീവമാണ്. CDS ADS നിങ്ങൾക്കറിയാം, ഓരോ വാർഡിലും ഒരു ADS ഉണ്ട്. ഈ വാർഡുകളിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അലവൻസ് ഒന്നുമല്ല, അവരുടെ പ്രവർത്തനത്തിന് സഹായിക്കാൻ 1000 രൂപ വെച്ച് ഒരു ADSന് ഒരു മാസം. അങ്ങനെ എത്ര ADS സംസ്ഥാനത്തുണ്ട്? ഈ പഞ്ചായത്തിൽ തന്നെ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത്രയും കൊടുക്കുന്നുണ്ട്. അതും ഇപ്പോൾ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ മറ്റെല്ലാ മേഖലയിലും ഇപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അല്പസമയം എടുത്ത് അംഗൻവാടി കുട്ടികളുടെ ഒരു കലാപരിപാടി, അംഗൻവാടി കുട്ടികളുടെ പരിപാടി വലിയ പരിപാടിയാണെന്ന് നമ്മൾ വിചാരിക്കും. അവിടെ ചെന്നപ്പോഴാണ് 250 കുട്ടികളുണ്ട്, അവരുടെ രക്ഷകർത്താക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി ആളാണ്. അവരുടെ കലാപരിപാടികൾ അപ്പോൾ ചിലരൊക്കെ നിന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. കലാപരിപാടി 5 പേര് ഇരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള പരിപാടി. അവർക്കെല്ലാം അവരുടെ വലിയ സന്തോഷത്തോടെ ടീച്ചർമാരെല്ലാം വന്നു. അവരുടെ അംഗൻവാടിയുടെ വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ് അവർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. ആശാ, അംഗൻവാടി, പാചക തൊഴിലാളി, മറ്റെല്ലാ മേഖലയിലും നമ്മൾ ആ വർധനവ് കൊടുത്തിട്ടുണ്ട്. അംഗൻവാടി ക്ഷേമനിധിക്ക് കുറച്ച് പണം കുടിശ്ശികയുണ്ടായിരുന്നു. ഇവിടെ അംഗൻവാടി വർക്കർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. അതിന് 20 കോടി ഇന്ന് കഴിഞ്ഞ ദിവസം എന്നെ പറഞ്ഞ് പൈസ കിട്ടും. ഞാൻ പറഞ്ഞു ഉടനെ പണം അനുവദിക്കുന്നുണ്ട്. 20 കോടി ഇന്നലെ അത് അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ആശുപത്രിയിൽ ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിന് പോവുകയാണ്. 202 പോസ്റ്റാണ് പുതുതായിട്ട് ഹോസ്പിറ്റലുകളിൽ വന്നത്. വലിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്, മെഡിക്കൽ കോളേജ് ഇതും കൂടാതെ. അപ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഇത്. നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകണം. അതാണ് അതിനകത്ത് ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇടതുപക്ഷത്തിന് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തിയുണ്ട് ലോകത്ത്. എല്ലാവരുടെയും പണം പിടിച്ചെടുത്തിട്ട് ജോലി കൊടുക്കാതെ പിരിച്ചുവിടുന്ന രാഷ്ട്രീയവും സമ്പ്രദായവും നല്ലതല്ല എന്നുള്ളത് നേരിട്ട് ഇവിടുത്തെ ഒരു കാര്യം. അല്ലെങ്കിൽ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു, അമേരിക്കയിൽ അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടിയൊന്നും ഇല്ല. ഡെമോക്രാറ്റും പിന്നെ കൺസർവേറ്റീവ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കനൊക്കെയാണ്. പക്ഷേ അമേരിക്കയുടെ തലസ്ഥാനം, ഏറ്റവും പ്രധാന തലസ്ഥാനം വാഷിങ്ടൺ ആണെങ്കിലും എക്കണോമിക് തലസ്ഥാനം ലോകത്തിൻ്റെ ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലെ മേയറായിട്ട് ഒരു പുരോഗമന സ്വഭാവം പറയുന്ന ഒരാൾ. ഞാനല്ലാതെ കമ്മ്യൂണിസ്റ്റാണെന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ഡെമോക്രാറ്റാണ്. ഈ ട്രംപിൻ്റെ നയങ്ങൾ ശരിയല്ല. അവിടെ തന്നെ ജോലിയില്ല ആൾക്ക്. അങ്ങനെ വരികയാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്ത് പണ്ട് ചിക്കാഗോ തെരുവീഥികളിൽ തൊഴിലാളി പ്രകടനം നടത്തി എന്നുള്ളത് ഇപ്പോഴും നമ്മൾ പറയുന്നത്. ചിക്കാഗോയിൽ 8 മണിക്കൂർ അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു അവകാശത്തിന് തൊഴിൽ പ്രകടനം നടത്തി എന്ന് പറയുന്ന പോലെയാണ് ന്യൂയോർക്കിലെ ട്രംപിൻ്റെ നയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാൾ. ചെറുപ്പക്കാരനാണ്. ട്രംപ് ഇതിന് തലേദിവസം പറഞ്ഞു അയാളെങ്ങാനും ജയിക്കുകയാണെങ്കിൽ പണം തരത്തില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞായിരുന്നു. എന്തിനാ? ഈ രാജ്യത്തിന്, ആ ടൗണിൻ്റെ ഡെവലപ്മെൻറ്റിന്. പക്ഷേ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇതൊക്കെ ഓരോ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇടതുപക്ഷം പറയുന്നത് സാധാരണക്കാർക്കെല്ലാം ജീവിക്കാൻ പറ്റണം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇത്തരം ഒരു തീരുമാനത്തിൽ പങ്കുചേരാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കൊട്ടാരക്കര MLA എന്ന നിലയിലാണ് നിങ്ങളുടെ എല്ലാം വോട്ട് വാങ്ങിയിട്ടാണ് MLA ആയത്. അങ്ങനെയാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വരുന്നതാണ്. കാരണം ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരിക്കലും ഒരു ധനകാര്യമന്ത്രി, വീട്ടിലെ ധനകാര്യമന്ത്രിക്ക് പറ്റുമോ? സ്ഥാപനം നടത്തുന്നവർക്ക് പറ്റത്തില്ല. അപ്പോൾ അതിനിടയിൽ കൂടി ഇതെല്ലാം നന്നായി നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നല്ല കാര്യം കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്.
ആ നല്ല കാര്യത്തിൽ ആണ്. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഈ വെളിയത്ത് പഞ്ചായത്ത് ഓഫീസിന് വേണ്ടിയിട്ടൊരു പഞ്ചായത്ത് ഓഫീസിനല്ല, നമ്മുടെ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓഫീസ് കോംപ്ലക്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം അനുവദിക്കുന്നതിൻ്റെ അനുവാദത്തിന് വേണ്ടി നടക്കുകയായിരുന്നു. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നുകൊണ്ട് ആ സ്ഥലം നമുക്ക് പഞ്ചായത്തിന് അനുവദിച്ച് കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിന് 3 കോടി രൂപ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പണി നടക്കാൻ. ആ സ്ഥലം പഞ്ചായത്തിന് അനുവദിച്ച് കിട്ടുന്നതിൻ്റെ നടപടിക്രമമായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും LSD മന്ത്രിയുടെ അടുത്ത് നിന്ന് റവന്യൂ മന്ത്രിയിലേക്ക് പോയിട്ട് അവിടുന്ന് ഇന്ന് ഓർഡർ വരുമെന്നാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ 3 കോടി രൂപ വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ നിർമ്മാണം ആരംഭിക്കാവുന്നുള്ളൂ. പണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഞാനത് നമ്മുടെ ഫണ്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുൾപ്പെടെ നമ്മുടെ ഈ പഞ്ചായത്തിന് ധാരാളം കാര്യങ്ങൾ ഓരോ സ്ഥലത്തും ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം